അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. മാന്യ പ്രേക്ഷകർക്ക് വിശുദ്ധ റമളാനിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും. വിശ്വാസലോകം വിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി വളരെ ഹർഷപുളകിതരായി ആനന്ദത്തോടെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. മണ്ണിലും വെണ്ണിലും അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ വിശുദ്ധ റംസാനിൻ്റെ ആത്മീയ ആവേശങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജ്റ കലണ്ടറിലെ 9ാമത്തെ മാസമാണ് വിശുദ്ധ റമളാൻ. ആ പവിത്രമായ മാസം മാസങ്ങളുടെ നേതാവാണ്. പ്രപഞ്ച സ്രഷ്ടാവായ ഉടയ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രപഞ്ചത്തിലെ സൃഷ്ടികളിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ പ്രാധാന്യവും ശ്രേഷ്ഠതയും മഹാത്മ്യവും നൽകിയിട്ടുണ്ട്. അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമുണ്ട്. കെട്ടിടങ്ങളിൽ ശ്രേഷ്ഠമായതാണ് കഅബാലയം. പള്ളികളുണ്ട്, വിവിധ പുണ്യമന്ദിരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠം കഅബാലയമാണ്. ആ കഅബാലയത്തിലെ പ്രത്യേകമായ ഹജറുൽ അസ്വദ്, കല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രതയേറിയ കല്ലാണ്. അതുപോലെ മനുഷ്യനുപയോഗിക്കുന്ന ജലത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് സംസം. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ വളരെ പുണ്യമേറിയ പവിത്രമായ സംസം കൊണ്ടുവരുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാർക്കാണ് ഏറ്റവും ശ്രേഷ്ഠത. ഇങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾക്ക്, ജീവനുള്ളതിൽ മാലാഖമാർക്ക് പ്രത്യേകമായ ശ്രേഷ്ഠതയും. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞല്ലോ. സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും എന്നതുപോലെ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. അതുപോലെ മാസങ്ങളുടെ നേതാവാണ് വിശുദ്ധ റംസാൻ. പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്, സയ്യിദു ശുഹൂരി ഷഹ്റു റമളാൻ വ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച ദിവസമാണ്. മാസങ്ങളുടെ നായകൻ അത് വിശുദ്ധ റമളാനാണ്. ഒരു നേതാവിനെ അനുയായികൾ എങ്ങനെയാണ് വരവേൽക്കുന്നത്? മാസങ്ങളുടെ ഒരുക്കങ്ങളോടെ, വളരെ ആവേശത്തോടെ, എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത്, ഒരു പ്രയാസവും ആ നേതാവിന് വരുത്താതെ എല്ലാം ചിട്ടയോടെ ചെയ്തു തീർത്തിട്ടാണ് ഒരു നേതാവിനെ പ്രതീക്ഷിക്കുന്നത്, വരവേൽക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളോടെയും അണികളിൽ വല്ലാത്ത സന്തോഷവും ആവേശവുമാണ് നേതാവിൻ്റെ ആഗമനം. അല്ലേ? പ്രവാചകരുടെ വാക്യം ഇവിടെ സ്മരണീയമാണ്. മാ അതാലൽ മുസ്ലിമീന ഷഹറുൻ ഖൈറുൽ ലഹും മിൻ റമളാൻ. റമളാനിനേക്കാൾ പവിത്രമായ മറ്റൊരു സമയവും ഒരു മാസവും വിശ്വാസികളിൽ കടന്നു വന്നിട്ടില്ല. ഈ അനുഗ്രഹീതമായ മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റംസാനിനെ നാം വേണ്ടതുപോലെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ മുസ്ലിം ലോകം ചിന്തിക്കേണ്ടത്. ഇന്ന് നമുക്ക് വിശുദ്ധ റമളാനിൻ്റെ ആദ്യ ദിനമാണ്. മനുഷ്യന്മാർ കാര്യങ്ങൾ രണ്ടു വിധേനയാണ് സമീപിക്കുന്നത്. ഒന്ന്, കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ സുചിന്തിതമായി സാവകാശത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നു. മറ്റു ചിലർ അങ്ങനെയൊന്നുമില്ലാതെ എടുത്തു ചാടിയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നു. ഇതിൽ ലക്ഷ്യം കാണുന്നതും വിജയിക്കുന്നതും കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ, അവധാനതയോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ വിശുദ്ധ റംസാനിനെ ആ രൂപത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ
നല്ല രൂപത്തിൽ ചിട്ടയോടെ വരവേൽക്കാൻ ഒരുങ്ങി ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം നടത്തി സ്വീകരിക്കുന്നവർക്ക് പാരത്രിക ലോകത്ത് വിജയിക്കാൻ ഈ റംസാനിനെ ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നമുക്കറിയാം, ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ മാസങ്ങളുടെ ഒരുക്കം നടത്തുന്നുണ്ട്. ഒരു പ്രഭാഷണത്തിന് വേണ്ടി നന്നായി ഒരുങ്ങേണ്ടതുണ്ട്. മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം, ഇലക്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിന് എത്ര അധ്വാനമാണ് നമ്മൾ ചെലവഴിക്കുന്നത് അല്ലേ? എങ്കിലേ മത്സരങ്ങളിൽ വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് പലപ്പോഴും വിശ്വാസികൾ പരാജയപ്പെടുന്നത്. നല്ല ഒരുക്കത്തോടെ വിശുദ്ധ റംസാനിനെ വരവേൽക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, തയ്യാറെടുപ്പില്ലാതെയാണ് നമ്മൾ റംസാനിനെ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയുടെ അവസാനത്തിൽ വേണ്ടതുപോലെ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വേവലാതിപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവമായിരിക്കും റംസാൻ വിട പറയുന്ന സമയത്ത് എനിക്കതിൻ്റെ ആത്മീയമായ ഗുണങ്ങൾ വേണ്ടത്ര ലഭിച്ചില്ല, നല്ല രൂപത്തിൽ ആരാധന കൊണ്ട് ഈ മാസത്തെ സമ്പന്നമാക്കാൻ കഴിഞ്ഞില്ല, പ്രതീക്ഷിച്ചത്ര ആത്മീയമായ ഉത്കർഷം ലഭിച്ചില്ല എന്നൊക്കെ വേവലാതി ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ റംസാനിനെ വേണ്ടതുപോലെ ഒരുങ്ങി കൃത്യമായ പ്ലാനിങ്ങോടെ ഈ നേതാവിനെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടത്ര ആവശ്യമായ വിജയം വരിക്കാൻ റംസാനിൽ സാധ്യമാകുന്നത്. അറബിയിലൊരു ചൊല്ലുണ്ട്, മൻ ജദ്ദ വജദ, മൻ സറഅ ഹസദ. നന്നായി അധ്വാനിച്ചാൽ എല്ലാം നേടാൻ കഴിയും. വേണമെന്ന് വെച്ചാൽ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാം. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വേണം എന്ന് വെച്ചാൽ എന്തിനേയും നിർമ്മിക്കാനും സൃഷ്ടിക്കാനും കുൻ ഫയക്കുൻ, ഉണ്ടാവണം എന്ന ഒരു ഇറാദത്ത്, ഒരു ഉദ്ദേശ്യമുണ്ടായാൽ തന്നെ എല്ലാറ്റിനെയും നിർമ്മിക്കാനും സൃഷ്ടിക്കാനും കഴിയുന്ന ഉടയതമ്പുരാൻ അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം. ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് 6 ദിവസങ്ങൾ കൊണ്ട്. ആകാശഭൂമികളെ ഉടയതമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് 6 ദിനങ്ങൾ കൊണ്ടാണ്. സെക്കൻഡുകളിൽ കോടികളൊരംശം കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന, ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം നിർമ്മിക്കാൻ കഴിയുന്ന സംഭവത്തെ അവധാനതയോടുകൂടെ, കൃത്യതയോടെ, ചിട്ടയോടെ നിർമ്മിക്കണം എന്ന പ്രായോഗികമായ മെസ്സേജാണ് ഇതിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് സമ്മാനിക്കുന്നത്. കേവലം തുച്ഛമായ ഈ ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. വളരെ വിപുലമായ തയ്യാറെടുപ്പുകൾ പരലോക വിജയത്തിന് വേണ്ടി നശ്വരമായ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ശാശ്വതമായ അനന്തമായ പരലോകത്തെ ജീവിതം എങ്ങനെയാണ് തയ്യാറെടുപ്പുകളില്ലാതെ വിജയിപ്പിക്കാൻ സാധിക്കുക? ഇന്ന ഹാദാ ലഹുൽ ഫൗസുൽ അളീം. വിജയിക്കണമെങ്കിൽ, ലക്ഷ്യം കാണണമെങ്കിൽ വലിയ തയ്യാറെടുപ്പുകൾ ഈ ഭൗതിക ലോകത്ത് എല്ലാ അർത്ഥത്തിലും വിശ്വാസിക്ക് ആവശ്യമാണോ എന്നതാണ് വിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നാം ഒരുങ്ങേണ്ടത്? 2 തരത്തിലാണ്. നമുക്കറിയാം, നിസ്കാരത്തിന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി അംഗശുദ്ധി വരുത്തി, നിബന്ധനകളും സാധ്യതകളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അംഗശുദ്ധി വരുത്തി കുറേ സമയം ഒരുങ്ങിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. കേവലം 10 മിനിറ്റ് മാത്രം സമയദൈർഘ്യമുള്ള നിസ്കാരത്തിന് നമ്മൾ അംഗശുദ്ധി വരുത്തിയും അതുപോലെ തന്നെ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയും ഒരുങ്ങുന്നുണ്ട്. 8 ദിവസം മാത്രം പ്രധാനപ്പെട്ട അമലുകൾ ഉൾക്കൊള്ളുന്ന ഹജ്ജിന് മാസങ്ങളോളമുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ വിശുദ്ധ റംസാനിനെ വരവേൽക്കാൻ എത്രമാത്രം നാം ഒരുങ്ങേണ്ടതുണ്ട്? മാനസികമായും ശാരീരികമായും ഒരുങ്ങണം. കാരണം വിശുദ്ധ റംസാൻ നമുക്ക് വർഷത്തിൽ ലഭിക്കുന്ന ഒരു അസുലഭ സന്ദർഭമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നാം നന്നായി ഉപയോഗപ്പെടുത്തി
നമ്മുടെ ഭാവി ജീവിതത്തിന് കരുപ്പിടിപ്പിക്കാൻ പൂർണ്ണാർത്ഥത്തിൽ അതിനെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വാനലോകത്ത് വിശുദ്ധ റംസാനിന് വേണ്ടി ഒരു കൊല്ലം മുമ്പ് ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. മിൻ റഅ്സിൽ ഹൗലി ഇലൽ ഹൗൽ. മാലാഖമാർ വാനലോകത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് റംസാൻ തുടങ്ങുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്, വർഷത്തിൻ്റെ ആരംഭം മുതൽ റംസാൻ തുടങ്ങുന്നത് വരെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാനസികവും ശാരീരികവും ആത്മീയവുമായ എല്ലാ അർത്ഥത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തേണ്ടതുണ്ട്. സാധാരണ നാം നടത്തേണ്ട തയ്യാറെടുപ്പിൻ്റെ മേഖലകൾ നമുക്കിങ്ങനെ ആറ്റിക്കുറുക്കി പറയാം. ഒന്ന്, റഹ്മത്തിൻ്റെ മാലാഖമാരെ, അനുഗ്രഹത്തിൻ്റെ മലക്കുകളെ സ്വീകരിക്കാൻ വീടും പരിസരവുമൊക്കെ മാലിന്യമുക്തമാക്കണം. ഭൗതികമായി നമ്മുടെ പരിസരങ്ങൾ പരിപൂർണമായും ശുദ്ധിയുള്ളതാവണം. അനാവശ്യ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകളിൽ നിന്ന് നാം മോചിതരാവണം. നിഷിദ്ധമായ ഹറാമിൻ്റെ ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ ഒഴിയണം. വിശുദ്ധ റമദാൻ കടന്നു വരുന്നതോടുകൂടെ റമദാനിൻ്റെ ആദ്യത്തെ മഗ്രിബ് തന്നെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു. വരുന്ന രാപ്പകലുകളിൽ ഒരൊറ്റ ജമാഅത്തും ഒഴിവാവുകയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. തറാവിയഹ് 20 റക്അത്ത് തന്നെ ഇനിയുള്ള 30 രാത്രികളിലും എനിക്ക് ലഭിക്കും എന്ന് തുടക്ക ദിവസം തന്നെ നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ജുസ് മിനിമം ഓരോ ദിവസവും ഞാൻ ഓതും എന്ന് ഉറപ്പുവരുത്തണം. സുബ്ഹിക്ക് ശേഷം മറ്റു ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെ പാതിരാവിൽ അത്താഴത്തും കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് 1-2 ജുസ് എല്ലാ ദിവസവും നമുക്ക് വളരെ എളുപ്പം ഓതി തീർക്കാൻ സാധിക്കും. നോമ്പിനും തറാവീഹിനും കോട്ടം വരാത്ത രൂപത്തിലായിരിക്കണം നോമ്പ് തുറകൾ നാം സെറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല, നമ്മുടെ തൊഴിലുകൾ, ജോബുകൾ പോലും മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടാത്ത, തറാവീഹ് മിസ്സാവാത്ത രൂപത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അനാവശ്യ കാഴ്ചകളും വേണ്ടാത്ത ചിന്തകളിലേക്ക്, വികാരങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന രൂപത്തിലുള്ള TV, ഡിവൈസ് ആപ്പുകൾ നിർബന്ധമായും നമ്മളത് ഡിസ്കണക്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. രോഗമുള്ളവരുണ്ടാകാം, നോമ്പ് നോക്കുന്നവർ. അവർ ഡോക്ടേഴ്സിനെ കണ്ട് നോമ്പിൻ്റെ വിവരം പറഞ്ഞ് ആ രൂപത്തിൽ, ആരോഗ്യകരമായ രൂപത്തിൽ നോമ്പ് നോക്കേണ്ട രീതി മനസ്സിലാക്കുകയും ആവശ്യമായ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യണം. വിശുദ്ധ റമദാനിൽ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാർ, അയൽവക്കക്കാർ, അവരിലെ ആവശ്യക്കാരെ നിർബന്ധമായും പരിഗണിക്കണം. കടകമ്പോളങ്ങളിൽ അനാവശ്യമായി കയറി ഇറങ്ങി നമ്മുടെ വിലപ്പെട്ട ടൈം ഈസ് മണി. ഇതേറ്റവും ഫിറ്റാകുന്നത് വിശുദ്ധ റമദാനിൻ്റെ സമയങ്ങളിലാണ്. മൂല്യവത്തായ സന്ദർഭങ്ങൾ അനാവശ്യമായ സംസാരങ്ങളിലോ ഇടപാടുകളിലോ ഇടപഴകലിലോ മുഴുകി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം വളരെ കരുതലുള്ളവരാകണം. മനുഷ്യരാണല്ലോ. മാനുഷികമായി അലോഗ്യമോ പിണക്കങ്ങളോ സ്വന്തം കുടുംബങ്ങളിലോ കൂട്ടുകാരിലോ ബന്ധങ്ങളിലോ ഉണ്ടെങ്കിൽ തീർത്തും അതെല്ലാം ഒഴിവാക്കി നല്ല സുന്ദരമായ വിളക്കി ചേർക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. ശാരീരികമായി നമ്മൾ ആത്മീയമായി വൃത്തിയുള്ളവരായി മാറണം. അടിസ്ഥാനപരമായി ശുദ്ധ ഖുർആൻ ഈ റംസാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മളോട് പറയുന്ന സുന്ദരമായ വാക്യം, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവരെ, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ തഖ്വ കൊണ്ട് നിങ്ങളുടെ പാഥേയം ഒരുക്കണം. നിങ്ങൾ പാഥേയം ഒരുക്കുക ഭയഭക്തി കൊണ്ട്. തഖ്വ, വിശുദ്ധ റംസാനിൻ്റെ മർമ്മം തഖ്വയാണ്. വിശുദ്ധ റംസാനിൻ്റെ അകക്കാമ്പ് തഖ്വയാണ്, ഹൃദയശുദ്ധിയാണ്, ദൈവിക ഭക്തിയാണ്. നമുക്കടുത്ത ദിവസം അതിനെക്കുറിച്ച് പരാമർശിക്കാം. ദൈവിക ഭക്തി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിലെ പാഥേയമൊരുക്കുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ്യം നെഞ്ചിലേറ്റിയാണ് സത്യത്തിൽ നമ്മൾ ഈ വിശുദ്ധ റംസാനിനെ വരവേൽക്കേണ്ടത്.
ആ തഖ്വ എന്താണ് എന്നും വിശുദ്ധ റംസാനിൻ്റെ നോമ്പിൻ്റെ പവിത്രതകളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവതരിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. എല്ലാവർക്കും